നമസ്കാരം. ഭൂമിയിലെ വൈകുണ്ഠം തന്നെയാണ് സാക്ഷാൽ ഗുരുവായൂർ ക്ഷേത്രം. ഗുരുഭവനപുരിയിൽ എത്തുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമാണ് എന്ന് പറയാം. ഈ ക്ഷേത്രനടയിൽ എത്തിയാൽ ഈ കാര്യം സ്വയം അനുഭവിച്ച് ഓരോ ഭക്തർക്കും അറിയുവാൻ സാധിക്കുന്നതായ കാര്യമാകുന്നു. ഈ ലോകത്ത് എവിടെയും കാണുവാൻ സാധിക്കാത്ത സൗന്ദര്യവും ഭംഗിയും ഗുരുവായൂരിൽ നാം അനുഭവിക്കുന്നതുമാണ്. ഭഗവാന്റെ നടയിൽ എത്തിയാൽ മാറാത്ത ദുരിതമോ വിഷമതകളോ ഇല്ല. ഭക്തർക്കൊപ്പം ഭഗവാനും വിഷമതകളിൽ പങ്കുചേരുന്നു എന്നത് ഗുരുവായൂരപ്പന്റെ പ്രത്യേകതയാകുന്നു. ഇതിനാൽ പിന്നീട് ഒരിക്കലും, അതായത് ഭഗവാന്റെ നടയിൽ എത്തിയാൽ പിന്നീട് ഒരിക്കലും ഒറ്റയ്ക്കാവുന്നതല്ല. നാം ഭഗവാനെ മറന്നാലും ഭഗവാൻ നമ്മുടെ കൈവിടില്ല എന്നത് പ്രത്യേകതയാകുന്നു. ഈ മലയാള വർഷം, അതായത് 1200 വർഷം, ചില നക്ഷത്രക്കാർ ഭഗവത് ദർശനം നടത്തിയാൽ പെട്ടെന്ന് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആൽമരത്തിനടുത്തെത്തിയാൽ പോലും ഈ ഫലം ലഭിക്കും എന്നതാണ് വാസ്തവം. ഇവർ ആരെല്ലാമാണ് എന്നും ഈ വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിൽ നടത്തേണ്ടതായ വഴിപാടുകൾ ഏതെല്ലാമാണ് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. സാധിക്കുന്ന എല്ലാ നക്ഷത്രക്കാരും ദർശനം നടത്തുക തന്നെ വേണം. എന്നാൽ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർ, നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലവിധ ദുരിതങ്ങളുണ്ടാകാം, തടസ്സങ്ങളുണ്ടാകാം, തെറ്റിദ്ധാരണകളുണ്ടാകാം, തന്മൂലം പ്രശ്നങ്ങൾ വന്നു ചേരുക, പല വ്യക്തികളുമായി ബന്ധങ്ങളിൽ വിള്ളൽ വീഴുക തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് മാറും. ഏവരിൽ നിന്നും സ്നേഹവും സഹകരണവും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിനാൽ അശ്വതി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേരുക. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രക്കാരാകുന്നു. ദാമ്പത്യപരമായ ക്ലേശങ്ങൾ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥത കുറവ് അനുഭവിക്കുന്നവരാണ് എങ്കിലും സന്താന ക്ലേശങ്ങൾ കൂടാതെ പ്രയത്നത്തിന് നിങ്ങൾ ചെയ്യുന്നതായ കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. എന്നിരുന്നാൽ പോലും കർമ്മരംഗത്ത് വളരെയധികം താഴ്ചകൾ അനുഭവപ്പെടുക, ഉയർച്ചയില്ലാത്തതായ അവസ്ഥ, കടം ജീവിതത്തിൽ വളരെയധികം പെരുകുന്നു തുടങ്ങിയ അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്ന് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇത്തരം പ്രശ്നങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. ഭഗവാന്റെ സന്നിധിയിൽ എത്തുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും നിങ്ങളുടെ ഭാവി ജീവിതം ഏറ്റവും ശുഭകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സഹായകരമായി തീരും. തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക. രോഹിണി നക്ഷത്രക്കാർ ദർശനം നടത്തുന്നതിലൂടെ, ഭഗവാന്റെ സന്നിധിയിൽ എത്തുന്നതിലൂടെ സമ്പൽ സമൃദ്ധി വന്നു ചേരും. കൂടാതെ പുതിയ വഴികൾ ജീവിതത്തിൽ തെളിയുവാൻ അത് സഹായകരമായി തീരും. സ്നേഹിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയുന്നതാകുന്നു. ആരാണ് നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നത്, അവരെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ വിവാഹം, സന്താനഭാഗ്യം, സൽസന്താനത്തെ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. പൂയ നക്ഷത്രക്കാർ ദർശനം നടത്തുന്നതിലൂടെ സാമ്പത്തികപരമായ ഇരട്ടി നേട്ടങ്ങൾ തന്നെ വന്നു ചേരാം. പണം കൈകളിൽ നിലനിൽക്കുന്നതായ അവസരങ്ങൾ ഉണ്ടാകും. മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിക്കും. വിദേശ യാത്രകൾ, ഉന്നതമായ വിദ്യ അഥവാ ഉന്നത വിദ്യാഭ്യാസത്തിന് നിങ്ങൾക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. ആ തടസ്സങ്ങൾ നീങ്ങും. അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ ഗുരുവായൂരിൽ ഭഗവാന്റെ സന്നിധിയിൽ എത്തുന്നതിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആയില്യ നക്ഷത്രക്കാർ ദർശനം നടത്തുന്നതിലൂടെ ബഹുമാനം സമൂഹത്തിൽ വർദ്ധിക്കും. ഉയർച്ച, സന്താനങ്ങളാൽ സന്തോഷകരമായ കാര്യങ്ങൾ, ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുക, ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുക, ആഗ്രഹ സാഫല്യം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ തീർച്ചയായും ഈ 1200 ആണ്ടിൽ നിങ്ങൾ ദർശനം നടത്തേണ്ടത് അനിവാര്യമാകുന്നു. ദർശനം നടത്തി ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുകയോ അല്ലെങ്കിൽ ചിങ്ങമാസത്തിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിരുവാതിര, ദുഃഖങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും. ക്ലേശങ്ങൾ ഭഗവാൻ തുടച്ച് മാറ്റുക തന്നെ ചെയ്യും.
വിഷമതകളിൽ ഭഗവാന്റെ നാമം മാത്രം മതി, അത്ഭുതങ്ങൾ നടക്കും. ഇത് നിങ്ങൾക്ക് പല അവസരങ്ങളിലും മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാകുന്നു. തീർച്ചയായും ഭഗവാന്റെ സന്നിധിയിൽ എത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങൾ അത് തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കുകയും അതിനാൽ തന്നെ നിങ്ങൾക്കത് സാധിക്കുകയും ചെയ്യും. പൂരം, വിദ്യയിൽ ഉയർച്ച നേടുക, തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, തൊഴിൽ ലഭിക്കുക, രോഗദുരിതങ്ങൾ ഒഴിയുക, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക, ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ പൂരം നക്ഷത്രക്കാരും തീർച്ചയായും ഗുരുവായൂർ ദർശനം നടത്താതിരിക്കരുത്. ഭഗവാന്റെ സന്നിധിയിൽ എത്തണം എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാകുന്നു. ഭാഗ്യം വർദ്ധിക്കും, മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. സ്വർണം, അതേപോലെ തന്നെ വീട്, വസ്തു, വാഹനം, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. അത്തരത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. അതിനാൽ പുതുവർഷത്തിൽ ഭഗവാനെ ദർശിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അനിഴം നക്ഷത്രക്കാർ ദർശനം നടത്തുന്നതിലൂടെ ഭാഗ്യം വർദ്ധിക്കുകയും കഠിനാധ്വാനത്തിനുള്ള ഫലങ്ങൾ ശരിയായ രീതിയിൽ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. കുടുംബത്തിൽ അംഗീകാരങ്ങൾ വന്നു ചേരും, അഥവാ കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും, പിന്തുണ ലഭിക്കും. ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും ജീവിതത്തിൽ വന്നു ചേരും. അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. തീർച്ചയായും ഭഗവാന്റെ സന്നിധിയിൽ എത്തുക. തൃക്കേട്ട നക്ഷത്രക്കാർ ദർശനം നടത്തുന്നതിലൂടെ തൊഴിൽപരമായ തടസ്സങ്ങൾ അകലുകയും ഭാഗ്യം വർദ്ധിക്കുകയും കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിയുകയും സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരുകയും ഉയർച്ച ജീവിതത്തിന്റെ ഭാഗമാവുകയും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കടന്ന് വരികയും ചെയ്യും. തീർച്ചയായും ദർശനം നടത്തുക. പൂരാട നക്ഷത്രക്കാർ ദർശനം നടത്തുന്നതിലൂടെ ആ വ്യക്തികൾക്ക് ശത്രുദോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയും രോഗദുരിതങ്ങൾ ഒഴിയുകയും വിദ്യയിൽ ഉയർച്ച നേടുകയും ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുകയും ചെയ്യും. അതിനാൽ ഈ കാര്യം പ്രത്യേകം ഓർക്കുക. തിരുവോണം, സമ്പൽ സമൃദ്ധിയാണ് ഫലമായി വന്നു ചേരുക. ഭാഗ്യം വർദ്ധിക്കും, കടബാധ്യതകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. വീട് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. തടസ്സങ്ങൾ ഒരു പരിധിവരെ അകലും. ചതയ നക്ഷത്രക്കാർ ദർശനം നടത്തുന്നതിലൂടെ സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തും. ധനലാഭമാണ് ഫലമായി വന്നു ചേരുക. നേട്ടങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. സന്താനങ്ങൾക്ക് സന്താന സൗഖ്യം പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ കൂടി വന്നു ചേരാം. അത് ജോലിയാകാം, വിവാഹമാകാം, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒഴിയുന്നതുമാകാം. അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ദർശനം നടത്തുന്നതിലൂടെ രോഗദുരിതങ്ങളിൽ നിന്നും മോചനവും ധനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിന് പുറമെ ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം വന്നു ചേരുകയും സന്തോഷകരമായ നിമിഷങ്ങൾ ഇരട്ടിക്കുകയും ചെയ്യും. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യവും ശ്രദ്ധിക്കുക. രേവതി, കർമ്മരംഗത്ത് ഉയർച്ച വന്നു ചേരും. കൂടാതെ സന്തോഷം ജീവിതത്തിന്റെ ഭാഗമാകും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം ഇരട്ടിക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരും. പല കാര്യങ്ങളിലും ഉയർച്ച പ്രതീക്ഷിക്കാതെ കടന്നു വരും. അതിനാൽ തീർച്ചയായും ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും തീർച്ചയായും ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക. ഏവരും ഭഗവാന്റെ സന്നിധിയിൽ എത്തുവാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർ ഭഗവാനെ ദർശിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില വഴിപാടുകൾ ഈ വർഷം നടത്തുന്നതും ചിങ്ങമാസത്തിൽ തന്നെ നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. അതേക്കുറിച്ച് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേത് ഭാഗ്യസൂക്തമാകുന്നു. സ്ത്രീകൾ തീർച്ചയായും നിങ്ങളുടെ പേരിൽ ഭാഗ്യസൂക്തം നടത്തുക. പുരുഷ നക്ഷത്രക്കാർ പുരുഷ സൂക്തം നിങ്ങളുടെ പേരിൽ നടത്തുക. കൂടാതെ പാൽപായസം, നെയ്, തുളസിമാല എന്നീ വഴിപാടുകൾ നടത്തണം. തുളസിമാല ഭഗവാനെ ചാർത്തണം. താമരമാല സമർപ്പണം ഏറ്റവും ശുഭകരമാണ്. സാധിക്കാത്തവർ താമര സമർപ്പിക്കുക. കിഴിപ്പണ സമർപ്പണം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. സാധിക്കാത്തവർ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലാണ് എങ്കിലും ഈ വഴിപാടുകൾ നടത്തുക. അടുത്ത് ദേവീക്ഷേത്രമുണ്ട് എങ്കിൽ ദേവീക്ഷേത്രത്തിൽ ദേവിക്ക് മാല സമർപ്പിക്കുക. മാല വഴിപാട് നടത്തുക. പുഷ്പാഞ്ജലി നിങ്ങൾ നടത്തുക. അതോടൊപ്പം കടുംപായസം കൂടി നടത്തുക. കൂടാതെ ശിവക്ഷേത്രത്തിൽ
അഭിഷേകം, അത് സാധിക്കുന്നതായ അഭിഷേകം നടത്തുക. അതോടൊപ്പം കൂവളമാലയും പിൻവിളക്കും നടത്തുക. കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. കുടുംബക്ഷേത്രത്തിൽ എണ്ണയും ഭാഗ്യസൂക്തവും നടത്തുക. ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവയും ഗണപതി ഹോമം കൂടി നടത്തുക. ഈ പരാമർശിച്ചിരിക്കുന്ന വഴിപാടുകൾ എല്ലാം നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് സാധിക്കുന്നതായ വഴിപാടുകൾ നടത്തുക. ഈ വർഷം നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായി മാറുക തന്നെ ചെയ്യും.